കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ ആരംഭിക്കലാ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അതായത് ബാഹ്യ ഘടകങ്ങൾ എന്തുമായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഒരു കൃത്യത്തിലുണ്ട്, ഒരു കർമ്മത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും യാതൊരു തരത്തിലും ആർക്കും അതിനെ മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ചെറിയൊരു ശ്രദ്ധക്കുറവ് പറ്റിയല്ലോ. ഇന്ത്യയിൽ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യന് തെറ്റുപറ്റി. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. സോറി സഖാവേ, കഷ്ടം തന്നെ സഖാവേ, കഷ്ടം തന്നെ. എന്നാലും ആ കുറ്റപത്രം വലിയ പ്രശ്നമായില്ലേ. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും മലയ്യ? നിങ്ങൾ ഇവിടെ ഇങ്ങനെ കേക്ക് മുറിച്ചിരുന്നോ? പാർട്ടീൻ്റെ പ്രസ്റ്റീജ് ഷൂ അങ്ങോട്ട് പോയിട്ട് പ്രസ്റ്റീജ് അങ്ങോട്ട് പോയി കിട്ടി. കരുവന്നൂരിൽ നമ്മൾ തോറ്റുപോയി സഖാവേ. പാർട്ടി വരെ പ്രതിയായി. നമ്മുടെ പ്രധാന സ്ഥാനത്തുള്ള 8 കള്ളന്മാർ സഖാക്കളെ പിടിവിട്ട് അത് പോയി. അല്ല ഗോവിന്ദൻ മാഷേ, എന്താണിപ്പോ അങ്ങേക്ക് പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട്? കാരണം വളരെ തുറന്നു വെച്ച പുസ്തകം പോലെ മുഴുവൻ ആളുകൾക്കും വായിക്കാൻ സാധിക്കുന്നതാണ് CPI-യും അതുപോലെ തന്നെ BJP-യും RS-ഉം തമ്മിലുള്ള ബന്ധം. അങ്ങനെ പറ. ബട്ട് നമ്മുടെ കേസ് അന്വേഷിച്ചത് കേന്ദ്രമാണ്. CJP-യുടെ ലൈനെ മറയ്ക്കാൻ ഇപ്പൊ ഈ അന്വേഷണം കൊണ്ടൊക്കെ പറ്റുമോ? അല്ലെങ്കിൽ ഈ കുറ്റപത്രം കൊണ്ട് പറ്റുമോ? പിന്നെ ഇതിപ്പോ നിലമ്പൂര് നമ്മൾ തോൽക്കില്ലേ? ഇതൊക്കെ പോണ ലൈൻ അത്ര ശരിയല്ല, ലെവലും ശരിയല്ല. അതിനുശേഷമുള്ള ചില വോട്ടച്ചങ്കുകളാണ് പേരട്ടച്ചങ്ക് ചടങ്ങ് നടക്കുന്നത്. എവിടെയാണ് ചടങ്ങ് കൂടിയിരിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു നരേന്ദ്രൻ വടക്ക് നിന്ന് ഇങ്ങനെ തെക്കോട്ടിറങ്ങി വന്ന് കേരളം ഞാൻ എടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ ഗോവിന്ദനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുതലാളിയും മനസ്സിലാക്കിക്കോളൂ, കേരളം എടുത്തിരിക്കും. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ അപ്പൊ നമ്മൾ എന്ത് പറയണം? കറക്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി കറക്റ്റ് ചെയ്യുമല്ലോ. അതിന് അതൊരു പ്രശ്നമല്ല. പാർട്ടിക്കകത്ത് ഞങ്ങളെ ഒരു രീതി വെച്ചിട്ട് പാർട്ടിക്ക് അതീതനായിട്ട് ആരുമില്ല. എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ്. അപ്പോൾ പാർട്ടി മൊത്തത്തിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിക്കാനുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോവുക തന്നെ ചെയ്യും. അതിനൊരു തടസ്സവും പ്രയാസവും ഞങ്ങളെ പാർട്ടിക്കകത്തില്ല. ലാവ്ലിൻ കേസും സ്വർണ്ണും മാസപ്പടിയും ലൈഫ് മിഷനൊക്കെ അങ്ങനെ നീണ്ടു പോണ പോലെ ഇതും അങ്ങോട്ട് നീട്ടൂലേ? ഇല്ലേ കേന്ദ്രമേ? 8 മാസം 7 മാസം ഒരു റിമൈനിങ് ടേം ഒരു ഇലക്ഷൻ കാണുന്നത് ഒരു അനാവശ്യമായ ഒരു ഇലക്ഷനാണ്. കാശ് വേസ്റ്റ് ചെയ്യുന്ന ഒരു ഇലക്ഷനാണ്. അത് സൃഷ്ടിച്ചതും ഇവര് LDF-ഉം UDF-ഉം തമ്മിലാണല്ലോ ഈ ഇലക്ഷൻ ബൈ ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഇത് മനസ്സിൽ വെച്ച് ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പൊ കിട്ടി. വികസനം വേണം, അന്തർധാരയും വേണം. അപ്പൊ ഇനി എന്താ പ്ലാൻ? 5000-ലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത്. കൂടുതൽ പേർക്ക് ഇത് പ്രയോജനകരമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. കേരളത്തിൻ്റെ അതിനപ്പുറം ഇന്ത്യയുടെ ആകെ വികസനത്തെ ഈ തുറമുഖം വലിയ തോതിൽ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള, I once again express our sincere gratitude to the Honorable Prime Minister for visiting our state to dedicate the landmark project to the nation. I also extend my congratulations to the Adani Group for executing this mission with excellence. Thank you all. അങ്ങനെ നമ്മളിങ്ങനെ പോക്കി പറയണം അല്ലേ? നമ്മുടെ മുഖത്ത് കള്ളത്തരൊന്നും ഇല്ലല്ലോ അല്ലേ? പിടി വീഴില്ലേ ദൈവമേ? പിടി വീഴല്ലേ ചെകുവരേ?